ഈ സമരക്കാരുടെ കാര്യം പറയുമ്പോൾ തന്നെയാണ് ഈ ടി ജി മോഹൻദാസ് ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യുകയും അവര് ഈ ബലാത്സംഗത്തിന് പോലും താല്പര്യപ്പെടുന്ന ആളുകളാണ് സ്ത്രീകൾ എന്നൊക്കെയുള്ള പരാമർശം നടത്തി ചെയ്തത്. പരാതി സർക്കാരിന്റെ മുമ്പിലുണ്ടെന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണ്ടേ? ഏതാ ജി മോഹൻദാസ് RSS തന്നെ അങ്ങനെയില്ല. പിന്നെ എൻ്റെ നേതാവിനെ കുറിച്ച് പറയാനുണ്ടോ? അവർ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതി കാത്തു സൂക്ഷിക്കുന്നവരാണ്. അവരെന്തൊക്കെയാണ് ചെയ്തു വെക്കുന്നത്? രാജ്യത്തെ നശിപ്പിക്കുകയല്ലേ. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികൾ ഈ നാടിനെ നശിപ്പിക്കുക. ഇത് ജനങ്ങൾ അതിവേഗം തിരിച്ചറിഞ്ഞ് നമ്മുടെ നാടിനെ രക്ഷിക്കുക, മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുക. ഇവിടെ തന്നെ ഇവര് CJPയുടെ കാര്യം നടന്നു. എത്ര മൃഗീയമായ നിലപാടാണ് സ്വീകരിച്ചത്? എങ്ങനെയാ അതിന് നേരെ വെടിവെപ്പ് നടത്തിയത്? എങ്ങനെയാണ് അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചത്? എന്തും ചെയ്യാമെന്നാണ്. ഒരു അധികാരം കിട്ടി, അതെങ്ങനെ കിട്ടി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സർക്കാർ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമായിട്ട് കൊണ്ടുപോകും. എന്താ കരുതുന്നത്? ഏത് ഈ ടി ജി മോഹൻദാസിനെതിരെ ഒരു അന്വേഷണം നടത്തുന്നത്? നടക്കട്ടെ, അതെല്ലാം നടക്കേണ്ട കാര്യമാണ്. നടന്നാൽ മാത്രം പോരെ, ശക്തമായ നിലപാട് സ്വീകരിക്കണം. അത് RSS സ്വീകരിക്കും, നമുക്ക് നോക്കാം. ഇന്നലെ CMRL പിണറായി വിജയൻ ഇടപെടലില് ഒരു വെല്ലുവിളിക്ക് സുധാകരൻ നടത്തുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ നട്ടലുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന്. അപ്പൊ കോൺഗ്രസ് സുധാകരൻ എന്തെല്ലാം വെല്ലുവിളിച്ചതാണ്? എന്നെ വെടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നടന്നോണ്ടല്ലേ? അല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയെ എന്നെ വെടിവെച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ കിടന്ന് വെടിവെച്ചിട്ടുമില്ല, വെടി കൊണ്ടിട്ടുമില്ല. എന്തൊക്കെ നടത്തിയ സുധാകരനാ? ആ സുധാകരനല്ലേ നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊല്ലാൻ നേതൃത്വം കൊടുത്തത്? അവൻ ഇതൊക്കെ പറയാൻ എന്ത് ധാർമ്മികതയാണ്? ആരാ സുധാകരൻ എന്നറിയുന്നവർക്കറിയാം. ചീമനിൽ എത്രയാളെ ചുട്ടുകൊല്ലാൻ നേതൃത്വം കൊടുത്തത്? എത്രയാളെ വെട്ടിക്കൊന്നിട്ടുണ്ട് കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും? കണ്ണൂർ ടൗണിലെ നാണൂരെ ബോംബെറിഞ്ഞ് കൊന്നത് സുധാകരൻ വന്ന് മാടിക്കെട്ടിന്ന് വെക്കടാ ബോംബ്. ഇതൊക്കെ നടത്തിയ ഒരാൾ എന്ത് രാഷ്ട്രീയ നേതാവ്? അദ്ദേഹത്തിന് പറയുന്നതിനൊക്കെ നിങ്ങൾ എന്തിനാ ഇത്ര അധികം പ്രാമുഖ്യം കൊടുക്കുന്നത്? തള്ളിക്കളയൂ. എന്താ കോൺഗ്രസ് പാർട്ടിയിൽ? അതിലിപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ആരാ? അതിലെ പ്രശ്നം സ്വന്തം പാർട്ടിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് കെ സുധാകരൻ. അയാൾ വെല്ലുവിളിച്ചോണ്ടേ ഇരിക്കൂ. അയാളെ തന്നെ ചിലപ്പോ വെല്ലുവിളി. ഈ അവലോകനം ഒക്കെ പ്രസിദ്ധീകരിച്ചു. ഇപ്പൊ ഈ കേന്ദ്ര നേതൃത്വത്തിൽ ഇപ്പൊ കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടോ സംസ്ഥാന നേതൃത്വത്തിൽ? അല്ല, പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികൾക്കും എല്ലാ ധൈര്യവും കാര്യം ശേഷിയുണ്ട്. എല്ലാ പാർട്ടി കമ്മിറ്റികളും നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഘടകങ്ങളാണ്. നല്ല കാര്യശേഷിയും നല്ല നിരീക്ഷണവും ഒരു മാർക്സിസ്റ്റ് ധാരണയുമുള്ള പാർട്ടി ഘടകങ്ങളാണെല്ലാം. ഞങ്ങളെ ബ്രാഞ്ച് മുതൽ എല്ലാ ഘടകങ്ങളും നല്ല രാഷ്ട്രീയ ഞങ്ങളെന്തിനാ പഠിക്കുന്നത്? ഞങ്ങളെല്ലാം എന്തെല്ലാം വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. പിന്നെ അതെല്ലാം വന്ന് നിങ്ങളോട് ഞങ്ങൾ പറയാറില്ല എന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ പാർട്ടി സംഘടനാ കാര്യമാണ്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പാർട്ടിയിൽ പറയും. ആ പാർട്ടിയിൽ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആലോചിക്കും. എല്ലാവരും പാർട്ടിയിൽ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്, തെറ്റ് തിരുത്തലുണ്ട്, സ്വയം തിരുത്തലുണ്ട്. ഇതെല്ലാം നടത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയിലെ ചർച്ചകൾ ചോരുന്നത് അതൊരു പാർട്ടിയുടെ ദുർബലത കൊണ്ടാണ്. നിലവിൽ മനുഷ്യരുടെ പാർട്ടിയിൽ ഒരു ദോഷവുമില്ലാത്തവരാണ് മനുഷ്യരെല്ലാം. മനുഷ്യൻ്റെതായ ദൗർബല്യങ്ങളും ഗുണങ്ങളുമുണ്ട്. മനുഷ്യരുടെ സമൂഹത്തിൻ്റെ പാർട്ടിയാണ്. അപ്പം ദൗർബല്യങ്ങൾ ഉണ്ടായേക്കും. പാർട്ടിയിലും സംഘടനയിലും ആ ദൗർബല്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ദൗർബല്യങ്ങൾ കണ്ടെത്തി പരിഹരിച്ചൊരു മാർക്സ്യൻ ധാരണയോടുകൂടി പ്രശ്നങ്ങളെ നിരീക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റിൻ്റെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത്.